morning, students. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find the Fourier series expansion of f of x into mod x in the range minus pi to pi. Hence show that 1 plus 1 by 3 square plus 1 by 5 square 1 by 7 square etc. is equal to pi square by h. ഇത് ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. ഇവിടെ ആദ്യം നമ്മൾ ഫോറിയർ സീരീസിന്റെ ഫോർമുല എഴുതാം. f of x is equal to a0 by 2 plus sigma n equal to 1 to infinity an cos n pi x by L plus sigma n equal to 1 to infinity bn sin n by x by L. Here a0 എന്ന് പറഞ്ഞാൽ എന്താണ്? a0 എന്ന് പറഞ്ഞാൽ 1 by L integral alpha to alpha plus 2L f of x dx. a എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by L integral alpha to alpha plus 2L alpha plus 2L f of x into cos n pi x by L dx. p എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by L integral alpha to alpha plus 2L f of x sin n pi x by L dx. ഇന്റർവൽ ഏതാണ്? ഇന്റർവൽ alpha less than x less than alpha plus 2L. Function defined in interval alpha less than x less than alpha plus 2L ആണെങ്കിൽ first we write the formula for Fourier series and write the formula for Fourier coefficients a0 an b. ഇവിടെ L എന്ന് പറഞ്ഞാൽ എന്താണ്? Here L is equal to pi 2L is equal to 2 pi ആണ്. Therefore L is equal to pi. അപ്പോൾ ആദ്യം നമുക്ക് a0 കണ്ടുപിടിക്കാം. First find out a0. a0 കാണാനുള്ള ഫോർമുല എന്താണ്? 1 by pi integral ഇവിടെ മൈനസ് പൈ ടു പ്ലസ് പൈ എഫ് ഓഫ് എക്സ് എന്താണ്? മോഡ് എക്സ്. ഇനി ഈ മോഡ് എക്സ് എന്ന് പറയുന്നത് ഒരു ഈവൻ ഫംഗ്ഷൻ ആണ്. മോഡ് എക്സ് എന്ന് പറയുന്നത് ഈവൻ ഫംഗ്ഷൻ ആണ്. എക്സിന് മൈനസ് കൊടുത്താലും പ്ലസ് കൊടുത്താലും നോ ചേഞ്ച്. മോഡ് എക്സ് ഇസ് ആൻ ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇതിനെ എഴുതാം 1 by pi 2 times 0 to pi x dx. 0 to pi ആവുമ്പോൾ മോഡ് എക്സ് taken as x itself. 0 to pi യുടെ mod x taken as x itself. അപ്പോൾ 2 by pi x square by 2 0 to pi. ഈ 2 ഉണ്ടോ നമുക്ക് ക്യാൻസൽ ചെയ്യാം. 1 by pi into pi square ലോവർ ലിമിറ്റ് വേണ്ട. അപ്പോൾ ആൻസർ കിട്ടുന്നത് എത്രയാണ്? pi. അപ്പോൾ a0 ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? pi. a0 ന്റെ വാല്യൂ pi. a0 is equal to pi. ഇനി നമ്മൾ അടുത്ത് എന്ത് കണ്ടുപിടിക്കണം? a കണ്ടുപിടിക്കണം. അപ്പോൾ a0 നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി a കണ്ടുപിടിക്കണം. a is equal to 1 by pi integral minus pi to pi mod x cos nx dx. ഇവിടെ mod x എന്ന് പറഞ്ഞാൽ ഈവൻ ഫംഗ്ഷൻ ആണ്. cos nx എന്ന് പറഞ്ഞാലോ? cos nx എന്ന് പറഞ്ഞാലും ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ ഈവൻ ഇൻടു ഈവൻ എന്താണ്? ഈവൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 1 by pi 2 times 0 to pi x cos nx dx. x ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുക, cos nx സെക്കൻഡ് ഫംഗ്ഷൻ എടുത്തിട്ട് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 0 to pi ലെ mod x taken as x itself. അപ്പോൾ 2 by pi x into cos nx ന്റെ ഇന്റഗ്രൽ എന്താണ്? sin nx by L minus 1 into minus cos nx by L square 0 to pi. That is 2 by pi നമ്മൾ അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ sin n pi അപ്പോൾ 0 ആയി പോകും. ഇവിടെ നമുക്ക് പ്ലസ് കിട്ടി. cos n pi എന്ന് പറഞ്ഞാൽ minus 1 raised to n by n square ആണ്. ലോവർ ലിമിറ്റ് കൊടുക്കുക. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് കേസിൽ 0 ആയി പോകും. സെക്കൻഡ് കേസിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ പ്ലസ് 1 by n square 1 by n square. Therefore an is equal to 2 by pi into minus 1 raised to n by n square minus 1 by n square. എന്ന് പറഞ്ഞാൽ എന്താണ്? 2 by pi n square minus 1 raised to n minus 1. അപ്പോൾ a ന്റെ വാല്യൂ നമുക്ക് കിട്ടി 2 by pi n square minus 1 raised to n minus 1 എന്നാണ് a ന്റെ വാല്യൂ.
2 by pi n square minus 1 raised to n by n minus 1. അപ്പോൾ an is equal to 2 by pi n square minus 1 raised to n minus അതാണ് a ന്റെ വാല്യൂ. ഇനി അടുത്ത് എന്താ കണ്ടുപിടിക്കേണ്ടത്? bn കണ്ടുപിടിക്കണം. നെക്സ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് bn. bn കാണാനുള്ള ഫോർമുല എന്താണ്? 1 by pi. bn കാണാനുള്ള ഫോർമുല എഴുതുക. bn is equal to 1 by pi integral minus pi to pi mod x sin nx dx. mod x എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. sin nx എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ ആണ്. ഓഡിന്റെ ഈവൻ എന്താണ്? ഓഡ് ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? ഇത് ഓഡ് ഫംഗ്ഷൻ ആയതിന്റെ പേരിൽ നമുക്ക് ആൻസർ എന്താ? ഡയറക്റ്റ്ലി കൂട്ടിക്കാൻ സാധിക്കും. ഇവിടെ ലോവർ ലിമിറ്റ് മൈനസ് പൈ ആണ്, അപ്പർ ലിമിറ്റ് പ്ലസ് പൈ ആണ്. അപ്പം മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 0 വെൻ എഫ് ഓഫ് എക്സ് ഇസ് ഓഡ്. ഓഡ് ഫംഗ്ഷൻ ഉണ്ട്. ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ, ബൈ ദ പ്രോപ്പർട്ടി ഓഫ് ഓഡ് ഫംഗ്ഷൻ, ഓഡ് ഫംഗ്ഷന്റെ പ്രോപ്പർട്ടി അനുസരിച്ച് 0. അപ്പോൾ ബി ന്റെ വാല്യൂ നമുക്ക് 0 കിട്ടി. അപ്പോൾ ബി എൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എ നോട്ട് കിട്ടി, എ എൻ കിട്ടി, ബി എൻ കിട്ടി. ഇനി നമ്മൾ the Fourier series എഴുതാൻ പോവാണ്. Fourier series എഴുതാനുള്ള ഫോർമുല f of x is equal to a naught by 2. ഇവിടെ a naught എന്ന് പറഞ്ഞാൽ എന്താണ്? പൈ ആണ്. അപ്പോൾ പൈ by 2 പ്ലസ് സിഗ്മ n equal to 1 to infinity. a എന്ന് പറഞ്ഞാൽ എന്താണ്? 2 by pi n square minus 1 raised to n minus 1 into cos ഇവിടെ എല്ലിന് പൈ കൊടുക്കുമ്പോൾ cos nx. രണ്ടാമത്തെ പാർട്ട് ഇല്ല, 0 ആണ്. dx 0 that is pi by 2 plus 2 by pi sigma n equal to 1 to infinity 1 by n square minus 1 raised to n minus 1 cos nx. that is pi by 2 plus 2 by pi ഇവിടെ n ന് 1 കൊടുക്കുമ്പോൾ 1 by 1 സ്ക്വയർ. n ന് 1 കൊടുക്കുമ്പോൾ സംഭവിക്കും -1. ഇവിടെ -1 -2 ഉണ്ട്. അപ്പോൾ -2 by 1 സ്ക്വയർ cos x ആണ് ഫസ്റ്റ് ടൈം. ഈ സെക്കൻഡ് ടൈം n = 1 കൊടുക്കുമ്പോഴോ -1 സ്ക്വയർ. അപ്പോൾ അത് 0 ആയി. രണ്ടാമത്തെ ടൈം 0. ഇനി അടുത്ത ടൈം വരുമ്പോഴോ n ന് 3 കൊടുക്കുമ്പോഴോ വീണ്ടും -2 വരും. -2 by 3 സ്ക്വയർ cos 3x. അടുത്ത 0 ആവും. അടുത്ത എന്തായിരിക്കും? -2 by 5 സ്ക്വയർ sin അല്ല cos 5x. ഇതാണ് നമുക്ക് കിട്ടുന്ന Fourier സീരീസ് ഫോർ mod x. അപ്പോൾ mod x ന്റെ Fourier സീരീസ് കിട്ടി. ഇനി ഇതിന്റെ കൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. 1 + 1 by 3 സ്ക്വയർ 1 by 5 സ്ക്വയർ 1 by 7 സ്ക്വയർ etc. pi സ്ക്വയർ by 8 എന്ന് തെളിയിക്കാൻ പറ്റും. അപ്പോൾ അതും കൂടി നമുക്ക് തെളിയിക്കാം കേട്ടോ. അതും കൂടി തെളിയിക്കണം. അത് തെളിയിക്കാനായിട്ട് ഇവിടെ നമ്മൾ ഈ x എന്നുള്ളത് 0 കൊടുക്കും. x എന്നുള്ളത് 0 കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ mod x എന്ന് പറഞ്ഞാൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് mod x ആണ്. mod x = x. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് x എന്ന് കിട്ടും നമുക്ക് 0 എന്ന് കിട്ടും. x 0. അപ്പോൾ ഈക്വൽ ടു pi by 2 പ്ലസ് ഇവിടെ 2 by pi ഇൻറ്റു ഇവിടെ നമ്മൾ x ന് 0 കൊടുക്കുമ്പോൾ cos 0 എത്രയാ? 1 ആണ്. അപ്പോൾ -2 by ഇവിടെ നമുക്ക് വേണമെങ്കിൽ -2 എല്ലാത്തിനും പുറത്തെടുക്കാം കേട്ടോ. എന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് mod x is equal to pi by 2 plus ഇവിടെ ഈ -2 എല്ലാ ടേമിലും ഉണ്ട് കോമൺ ആയിട്ട്. അപ്പോൾ -4 by pi. അപ്പോൾ നമുക്ക് 1 by 1 square cos x മൈനസ് ആണ്. -4 by pi എടുത്തു. ഇവിടെ പ്ലസ് ആണ്. 1 by 1 square plus 1 by 3 square cos 3x plus 1 by 5 square cos 5x plus x. എല്ലാത്തിൽ നിന്ന് -2 നമ്മൾ പുറത്തെടുത്തു. 1 by 1 square cos x 1 by 3 square cos 3x 1 by 5 square cos 3x. ഇനി x 0 കൊടുക്കാം. x 0 കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 0 വരും. റൈറ്റ് ഹാൻഡ് സൈഡ് pi by 2 -4 by pi. ഇവിടെ നമുക്ക് x 0 കൊടുക്കുമ്പോൾ 1 by 1 സ്ക്വയർ. അടുത്ത ടേബിൾ എന്ത് വരും? അടുത്ത ടേബിൾ
1/3 സ്ക്വയർ cos 0 1 ആണ്. അടുത്ത 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര ആണ്. ഇനി അത് സിംപ്ലിഫൈ ചെയ്ത് നമ്മുടെ റിസൾട്ടിലേക്ക് എത്തിക്കണം. നമുക്ക് കണ്ടുപിടിക്കേണ്ട റിസൾട്ടിലേക്ക് എത്തിക്കണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള 5/2 ഇവിടെ ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ -5/2 is equal to -4/5 1/1 സ്ക്വയർ 1/3 സ്ക്വയർ 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര. ഇത് മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 8 വരും. ഇവിടെ പൈ കൊണ്ട് ഗുണിച്ചാൽ പൈ സ്ക്വയർ വരും. 4 ഇവിടെ വരുമ്പോൾ പൈ സ്ക്വയർ ബൈ 8 is equal to 1/1 സ്ക്വയർ. 1/1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 1 പ്ലസ് 1/3 സ്ക്വയർ 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര. ദാറ്റ് ഈസ് 1 പ്ലസ് 1/3 സ്ക്വയർ 1/5 സ്ക്വയർ പ്ലസ് എക്സെട്ര is equal to നമുക്ക് എന്ത് കിട്ടി? പൈ സ്ക്വയർ ബൈ 8. അവസാനത്തെ ആൻസർ പൈ സ്ക്വയർ ബൈ 8. ഇത് ഡിസംബർ 2023 ഈ കഴിഞ്ഞ 2 മാസം മുമ്പ് ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ്. അപ്പൊ ഈ ഒരു പ്രോബ്ലത്തില് നമുക്ക് f of x തന്നിരിക്കുന്നത് mod x എന്നാണ് തന്നിരിക്കുന്നത്. ഇന്റർവൽ ഏതാണ്? -π to +π ആണ്. ഇന്റർവൽ -π to π ആയതുകൊണ്ട് നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഫോറിയർ സീരീസിന്റെ ജനറൽ ഫോർമുല എഴുതുന്നു. ജനറൽ ഫോർമുല എഴുതിയ ശേഷം ഇവിടെ L എന്നുള്ളത് എന്ത് എടുക്കുന്നു? L എന്നുള്ളത് പൈ എടുക്കുന്നു. അങ്ങനെ A നോട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നു, A കാൽക്കുലേറ്റ് ചെയ്യുന്നു, B കാൽക്കുലേറ്റ് ചെയ്യുന്നു. A നോട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് എന്താ കിട്ടിയ ആൻസർ? പൈ എന്നാണ് കിട്ടിയത്. A കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയ ആൻസർ? 2/πn² × -1/n -1/n എന്നാണ് കിട്ടിയത്. B കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0. ഈ 3 കാൽക്കുലേഷനിലും we can apply the property of odd and even function. പ്രോപ്പർട്ടി ഓഫ് ഓഡ് ആൻഡ് ഈവൻ ഫംഗ്ഷൻ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പൊ ഈ ലിമിറ്റ് ഈക്വലി മാഗ്നിറ്റ്യൂഡ് ബട്ട് ഓപ്പോസിറ്റ് സൈൻ വന്നാൽ മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഒരു കേസിൽ നമുക്ക് ആ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അപ്ലൈ ചെയ്തു, A നോട്ട് കണ്ടുപിടിച്ചു, A കണ്ടുപിടിച്ചു, B കണ്ടുപിടിച്ചു. അതിനുശേഷം നമ്മുടെ ഫംഗ്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സീരീസ് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കോമൺ ആയിട്ടുള്ള -2 നമ്മൾ പുറത്തേക്ക് എടുത്തു. അതിനുശേഷം ഇവിടെ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ റിസൾട്ട് ഏതാണ്? 1 + 1/3 സ്ക്വയർ + 1/5 സ്ക്വയർ + 1/7 സ്ക്വയർ എക്സെട്ര is equal to π² ബൈ 8 എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് തെളിയിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ ഇക്വേഷന്റെ x = 0 കൊടുത്തു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 0 കിട്ടി, റൈറ്റ് ഹാൻഡ് സൈഡിൽ കോസിന്റെ കേസിൽ 0 വന്നു. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ മനോഹരമായ റിസൾട്ട് ആണ്. ആ റിസൾട്ട് ഏതാണ്? 1 + 1/3 സ്ക്വയർ + 1/5 സ്ക്വയർ + 1/7 സ്ക്വയർ എക്സെട്ര is equal to π² ബൈ 8. എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഈ ഡിസംബർ 2023 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു.